എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ഈ വലിയ ഫേസിനും കവിളിനും ഒന്നും ഒട്ടിക്കിടക്കുന്ന മുടി ചേരില്ല. പിന്നെ ആകെയുള്ള 10 മുടി കൂടി കൊഴിഞ്ഞു പോകും, പൊട്ടിപ്പോകുന്ന ആളുകൾ പറഞ്ഞത് കേട്ട് പേടിച്ച് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈയിടെ ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ 1-2 മുടി നരച്ച് തുടങ്ങി ശ്രദ്ധിച്ചത്. അപ്പോഴാണ് എനിക്ക് ആ റിയാലിറ്റി ഹിറ്റായത്. 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ അധികം വൈകാതെ എൻ്റെ മുടിയൊക്കെ നരച്ച് തുടങ്ങും. പിന്നെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി, അയ്യോ അന്ന് എനിക്ക് മുടി വെട്ടാമായിരുന്നു, സ്റ്റൈൽ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ സ്മൂതൻ ചെയ്യായിരുന്നു എന്നൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം. അങ്ങനെ എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറേ ഗൂഗിൾ ചെയ്തും വീഡിയോസ് കണ്ടുമൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാ ട്രീറ്റ്മെൻറ്റ്സും മുടിക്ക് കേട് തന്നെയാണ്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്നത് പോലെ ഉള്ളതിൽ ഭേദം ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ആണെന്ന് തോന്നിയോണ്ട് ഞാൻ ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കുളത്തൂരുള്ള എലമെൻറ്റ്സ് യൂണിസെക്സ് ഹെയർ സലൂണിലാണ്. നമ്മുടെ പ്രോസസ്സ് മൊത്തത്തിൽ ഒരു 4.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെയർ വാഷ് വെച്ചിട്ടാണ്. ആദ്യം മുടി നല്ലപോലെ ഷാമ്പൂ കണ്ടീഷൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്ലോ ഡ്രൈ ചെയ്യും. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതിനുശേഷം നമ്മുടെ മുടി ഇതുപോലെ റാപ്പ് ചെയ്ത് കുറച്ച് നേരം വെക്കും. ഒരു 1 അവർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം വീണ്ടും മുടി ബ്ലോ ഡ്രൈ ചെയ്യും. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് അയൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അയൺ ചെയ്യുന്നതും നല്ലപോലെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. എൻ്റെ ഈ തിൻ ഹെയർ തന്നെ മൊത്തം അയൺ ചെയ്തെടുക്കാനായിട്ട് അറൗണ്ട് 1 അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മുടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിന് പ്രിപ്പയർ ആയി തന്നെ വരും കേട്ടോ. അപ്പം ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കിനും മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആവും. സ്ട്രെയിറ്റ് ആവുമെന്ന് പറയുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചൂല് പോലെയാണ് കിടക്കുക. മുടിയിൽ എന്തോ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഒരു സ്മൂതൻ എഫക്റ്റ് ആയിരിക്കുകയല്ല, ഭയങ്കര കട്ടിയായിരിക്കും മുടിക്ക്. അത് കഴിഞ്ഞ് ഒന്നുകൂടി മുടി വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈയും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്കിലോട്ട് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മുടി കുറച്ച് പതിച്ചിട്ടുണ്ട് എനിക്കറിയാം, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ കളയുന്ന ദിവസത്തെ സമയമെങ്കിലും എനിക്ക് ലാഭിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.